ഹലോ ഗൈസ്, ഇതാണ്ടോ നല്ല ചൂട് ചോറ്, ചമ്മന്തിയും കൂടി ഇട്ട് പുരട്ടി, പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും കൂടി ഇട്ട് പുരട്ടി, ഇതങ്ങോട്ട് വായിലോട്ട് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നതെന്നറിയോ? പണ്ട് നമ്മുടെ അമ്മമാർ തട്ടപ്പാത്രത്തിൽ ചോറ് തന്നു വിടത്തില്ലേ? മെഴുക്ക് പുരട്ടിയും ചമ്മന്തിയും മീൻ വറുത്തത് ഉണ്ടെങ്കിൽ അതും. കൂടുതലിഷ്ടം ചമ്മന്തിയും മുട്ട പൊരിച്ചതും മെഴുക്ക് പുരട്ടിയും ഒക്കെയായിരുന്നു എനിക്കിഷ്ടം. നിങ്ങൾക്ക് എന്താ ഇഷ്ടം? ഇതേ നോക്ക്, നല്ല ടേസ്റ്റ്, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ്. പഴയ കാലത്തിലോട്ട് നമ്മൾ പോവും. മുട്ട പൊരിച്ചത് ഒരു കോണിൽ, മെഴുക്ക് പുരട്ടി ഒരു കോണി. പണ്ടൊക്കെ മുളക്, പണ്ടൊക്കെ ആണെങ്കിൽ പാവയ്ക്ക കാണുമ്പോഴേ കലിയായിരുന്നു. ഇപ്പോൾ ഒത്തിരി ഇഷ്ടമാണ് പാവയ്ക്ക. ടേസ്റ്റ് കൂടിക്കൂടി വരുന്നു, കാരണം നല്ല മെഴുക്ക് പുരട്ടി നല്ല മൂത്ത്, പാവയ്ക്ക നല്ല മൂത്ത്, ചമ്മന്തി ഇഞ്ചി വെച്ച ചമ്മന്തി കേട്ടോ, ഇഞ്ചി വെച്ച ചമ്മന്തിയാണ്. ഇഞ്ചി മുളകും പച്ചമുളകും ഇരുന്ന് ഇഷ്ടമല്ല, പുളി ഇടുന്ന ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ഇഞ്ചി ഇരുന്നപ്പം ഇഞ്ചി ഇട്ട് വെച്ചു. പിന്നെ മുട്ട വറുത്തതും ഉണ്ട് കേട്ടോ. ഉണ്ടോ? നല്ല ടേസ്റ്റ്. നിങ്ങൾ പണ്ട് ഇതുപോലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇത് കണക്കല്ലായിരുന്നു ചോറ് കൊണ്ടുപോകും. അപ്പോൾ കൂട്ടുകാരുടെ പാത്രത്തിൽ ഇട്ട് നമ്മൾ ഇട്ട് മത്സരിച്ചെടുത്ത് കഴിക്കത്തില്ലായിരുന്നു. ടേസ്റ്റായി ഇപ്പം കേട്ടോ, നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റ്. അമ്മമാർ വെച്ച് തരുമ്പോൾ നമുക്ക് ഒത്തിരി കൂടെ രുചി കൂടും. ഇത് സ്വന്തമായിട്ട് വെച്ചാൽ